ഞാൻ ഒത്തിരി ദിവസമായി വഴിക്ക് വന്നിട്ട് എന്ന് എനിക്കറിയാം. ആരും ചിത്ത വിളിക്കരുത്, നമുക്ക് മുന്നോട്ട് തകർക്കാം. അപ്പം ഇന്നലെ വന്ന യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയോസ് ഓൾറെഡി ടെൻ ഹാഗിൻ്റെ റീപ്ലേസ്മെൻ്റായിട്ട് അവർ കരുതുന്ന ആൾക്കാരുടെ ഓൺടറാജ് അല്ലെങ്കിൽ അവരുടെ ഏജൻസൊക്കെ ആയിട്ട് ചർച്ചകൾ ഇനിയോസ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡൊക്കെ നടത്തി തുടങ്ങി എന്നുള്ള രീതിയിൽ ഫബ്രീസിയോ റൊമാനോ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫബ്രീസിയോ റൊമാനോ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയോസ് ടെൻ ഹാഗിനെ തട്ടും. ടെൻ ഹാഗ് ഈ ഒരു സീസൺ എന്താണെങ്കിലും സാക്കാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ന്യൂസ് കാണുമ്പം എൻ്റെ ഒരു അസംഷൻ അനുസരിച്ച് ടെൻ ഹാഗ് സാക്കാകും. അപ്പം യൂഷ്വലി നമ്മൾ ഇപ്പോൾ ഒരു FA കപ്പൊക്കെ കഴിയുമ്പോഴത്തേനും ആ ഒരു ആരാധകർ കൂടുതലും ഇപ്പം ടെൻ ഹാഗിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെൻ ഹാഗ് എങ്ങനെയും സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആരാധകരാണ്, യുണൈറ്റഡ് ആരാധകരാണ് കൂടുതലും ഉള്ളത്. പക്ഷേ ഇനിയോസിൻ്റെ പ്ലാൻ നേരെ എതിരാണ്. കാരണം ഇനിയോസ് ഈ ഒരു FA കപ്പിന് മുന്നേ തന്നെ അവരുടെ ഒരു പ്ലാൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ടെൻ ഹാഗിനെ സാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്ലാൻ. കാരണം ഒന്നാമത്തെ കാര്യം, ഇനിയോസിൻ്റെ ഒരു പ്രിഫേർഡ് ചോയ്സൊന്നും അല്ല ടെൻ ഹാഗ്. അപ്പം ഇനിയോസ് വന്നിട്ടാണെങ്കിലും ടെൻ ഹാഗ് ആ രീതിയിൽ കൺവിൻസിങ് ആയിട്ട് അവരെ ഇതുവരായിട്ട് കൺവിൻസിങ് ആക്കുന്ന രീതിയിൽ പെർഫോമൻസ് ഒന്നും നടത്താൻ വേണ്ടി ടെൻ ഹാഗിന് പറ്റിയിട്ടില്ല. കപ്പ് ജയിച്ചു, അതൊക്കെ ശരി, പക്ഷേ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇതുവരെയായിട്ട് നമ്മൾ ആരാധകരെ പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് അല്ല. ടെൻ ഹാഗ് ആയിരിക്കും മുന്നോട്ട് നമ്മളെ ആ ഒരു സക്സസ്സിലേക്ക് നയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പോലും ഇതുവരെയായിട്ടും കൺവിൻസ്ഡ് അല്ല. അപ്പം പ്രതീക്ഷയുണ്ട്, ചിലപ്പം സക്സസ് ആയേക്കാം. അപ്പം ആ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയോസിന് വെറുതെ റിസ്ക് എടുത്തിട്ട് അടുത്തൊരു സീസണും കൂടെ കൊടുത്ത് പകുതിയാകുമ്പോൾ സാക്ക് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഇനിയോസിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അതായിരിക്കണം. അപ്പം ഈ ഒരു സമയത്ത് തന്നെ പുള്ളിയെ സാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു പ്രൊജക്റ്റ് റീസെറ്റും പരിപാടിയെല്ലാം ഈ ഒരു സീസണിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നടത്താനായിരിക്കും ഇനിയോസ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ടെൻ ഹാഗിൻ്റെ ഈ ഒരു റീപ്ലേസ്മെൻറ്റുകളുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ, റീപ്ലേസ്മെൻറ്റ് ആൾക്കാരുടെ ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 2 പേര് എന്ന് പറയുന്നത്, ഒന്ന് തോമസ് തുക്കലിൻ്റെ പേര്, പിന്നെ ഡിസർബിയുടെ പേര്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസർബിയുടെ കാര്യം നോക്കിയാൽ, ഡിസർബിയുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ടെൻ ഹാഗിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനേക്കാളും ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന, ഫിസിക്കലി ആ ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ വർക്ക് റേറ്റൊക്കെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ഡിസർബിക്കുള്ളത്. ഇപ്പോൾ ഓൾറെഡി ടെൻ ഹാഗിൻ്റെ വേ ഓഫ് പ്ലേ ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റിയാണ്, അതുകൊണ്ട് ഇൻജേർഡ് ആകുന്നു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്ന ഒത്തിരി പ്ലെയേഴ്സ് യുണൈറ്റഡിലുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് ഡിസർബിയുടെ സ്റ്റൈൽ ഒരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പുള്ളി ഇതുപോലെ ഇങ്ങനത്തെ സ്റ്റൈൽ ഓഫ് പ്ലേ അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഫുട്ബോളൊക്കെ കളിപ്പിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ആ കാര്യത്തിൽ ഞാൻ പുള്ളിയെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിലോട്ട് വരുമ്പോഴത്തേനും, അപ്പോൾ ഇങ്ങനത്തെ വലിയ ടീമുകളൊന്നും മാനേജ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസർബിക്കില്ല. അപ്പോൾ അത് വലിയൊരു നെഗറ്റീവ് മാർക്കാണ്, വലിയൊരു റെഡ് മാർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം യുണൈറ്റഡ് പോണക്കത്തെ ഒരു ടീമിൽ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രഷർ വരും. അത് മാത്രമല്ല, ആരാധകരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മീഡിയ പ്രഷർ. ഇപ്പോൾ ഇതിനൊക്കെ ഈ മീഡിയ പ്രഷറൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ടെൻ ഹാഗൊക്കെ ഫെയിൽ ആയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പം ഡിസർബിക്ക് ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കൺവിൻസിംഗ് ആയിട്ട് മീഡിയ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഡിസർബി ഏബിൾ അല്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് ഡിസർബിക്ക് എതിരായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഡിസർബിയെ ഇവരെ കൊണ്ടുവരും എന്നുള്ള, ഡിസർബിക്കെതിരെ ഇങ്ങനത്തെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഡിസർബി വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അടുത്ത കാൻഡിഡേറ്റ് തോമസ് തുക്കലിൻ്റെ കാര്യത്തിൽ എനിക്കുള്ളൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര അട്രാക്റ്റീവായിട്ടുള്ള ഫുട്ബോൾ അല്ല. പുള്ളി കുറേ ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള കോച്ചാണ്, അത്ര അട്രാക്റ്റീവായിട്ടുള്ള മനുഷ്യനല്ല. 4-5 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള കോച്ചാണ്. കുറേ കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല, പുള്ളി ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സോ പിന്നെ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്ന കാര്യത്തിലൊന്നും പുള്ളി വിശ്വസിക്കുന്നില്ല. ആഞ്ചലോട്ടിയൊക്കെ പറയുന്ന പോലെ എനിക്ക് ആൾക്കാർക്ക് മിനിറ്റ്സ് കൊടുക്കുക എന്നുള്ളതല്ല, മാച്ച് ജയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. അതാണ് തോമസ് തുക്കലിൻ്റെ ഒരു അപ്രോച്ച്. അപ്പം യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമുക്കറിയാം, നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ നമ്മൾ പയ്യെ നമ്മുടെ ഫസ്റ്റ് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ യുണൈറ്റഡ് ഭയങ്കര മാതൃകയാണ് ഫുട്ബോൾ ലോകത്ത് തന്നെ. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്ലെയേഴ്സിനെ വന്ന് റീസെൻ്റായിട്ട് ഗർണാച്ചോ, കോബി മേനുവിൻ്റെ സക്സസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ തോമസ് തുക്കൽ വന്ന് അങ്ങനത്തെ പ്ലെയേഴ്സിനെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് 11 ഇഞ്ചെക്റ്റ് ചെയ്യുന്നതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ അതിനൊരു വേറൊരു സൈഡുണ്ട്. കാരണം ഇനിയോസിന് അവിടെ നീസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട് ഫ്രാൻസിൽ. അപ്പം നീസിൽ ഇങ്ങനത്തെ ഈ ഒരു നമ്മുടെ അക്കാഡമിയിലെ ഹമ്മൻ ടാലൻസിനൊക്കെ നീസിൽ വിട്ടിട്ട് അവിടെ
മിനിറ്റ്സ് കൊടുത്ത് അവരെ പ്ലെയേഴ്സ് ആക്കി അല്ലെങ്കിൽ ഫസ്റ്റ് ടീമിലേക്ക് നമുക്ക് പുഷ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേനും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി, അത് ചിലപ്പം അങ്ങനത്തെ ഒരു അപ്രോച്ച് നടത്താനുള്ള സാധ്യതയുണ്ട് തോമസ് തുക്കൽ വരികയാണെങ്കിൽ. പിന്നെ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും തോമസ് തുക്കൽ കുറേ കൂടെ ഏബിളാണ്, കുറേ കൂടെ സംസാരിക്കാൻ കുറേ കൂടെ കഴിവുള്ള മനുഷ്യനാണ്. അത് മാത്രമല്ല പുള്ളിയുടെ അഗ്രസീവ് നേച്ചർ, പുള്ളിയുടെ ആ ഒരു ഇമോഷൻ്റെ ഒക്കെ ആ ഒരു ഔട്ട് ബേസ്റ്റ്, അതൊക്കെ ആരാധകരുടെ ഇടയിലും ഭയങ്കരമായിട്ട് പുള്ളിക്കൊരു സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. നല്ല വലിയ വലിയ ക്ലബ്ബുകളെ മാനേജ് ചെയ്ത് പരിചയം ഉണ്ട് തോമസ് തുക്കലിന്. അപ്പോൾ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് എനിക്ക് തോന്നുന്നു തോമസ് തുക്കലിനെ ഇപ്പോൾ ഈ രണ്ട് ആൾക്കാരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തോമസ് തുക്കലിൻ്റെ കുറേ കൂടെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം പിന്നെ ടാക്ടിക്കലി ആണെങ്കിലും ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഇപ്പം ഈ ആഞ്ചലോട്ടിയൊക്കെ പോലെ ടാക്ടിക്കലി മനുഷ്യൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അപ്പം ഞാൻ ഈ രണ്ട് പേരിൽ തമ്മിലാണ് ഇവർ ചൂസ് ചെയ്യാൻ ഇവരുടെ താല്പര്യം എങ്കിൽ ഞാൻ തോമസ് തുക്കലിനെ ആയിരിക്കും കുറേ കൂടെ, എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് തോമസ് തുക്കലാണ്. ഈവൻ ആ ഒരു ഫുട്ബോൾ മോശമാണെങ്കിൽ തന്നെ തോമസ് തുക്കലായിരിക്കും പ്രിഫേർഡ്, അല്ലെങ്കിൽ തോമസ് തുക്കലായിരിക്കും കുറേ കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ട്രാൻസ്ഫറുകളുടെ ബഹളമായിരിക്കും. കാരണം നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്നത് ജൂൺ 14, ക്ലോസ് ആകുന്ന ഓഗസ്റ്റ് 30 എനിക്ക് തോന്നുന്നത്. അപ്പം ഇനിയിപ്പോൾ ട്രാൻസ്ഫറുകളുടെ ബഹളമായിരിക്കും. യുണൈറ്റഡിനെ സംബന്ധിച്ച് യുണൈറ്റഡിൻ്റെ ഒരു പ്രിഫേർഡ് പൊസിഷൻസ് എന്ന് ഇപ്പം കേൾക്കുന്ന 3 പൊസിഷൻസിൻ്റെ കാര്യം പറയുന്നത്, ഒന്ന് സെൻറ്റർ ബാക്ക്, ഒന്ന് മിഡ്ഫീൽഡ്, സ്ട്രൈക്കർ. അപ്പോൾ ഈ 3 പൊസിഷൻസാണ് ഇവരുടെ യുണൈറ്റഡിൻ്റെ പ്രിഫറൻസ് എന്നാണ് ഇപ്പം കേൾക്കുന്നത്. അപ്പം സെൻറ്റർ ബാക്ക് എന്നുള്ള രീതിയിൽ ഒത്തിരി പ്ലെയേഴ്സിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ടോഡീബോ, ഇനാസിയോ, ബ്രാന്ത്വെയ്റ്റ് എനിക്ക് തോന്നുന്നില്ല ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്രാന്ത്വെയ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് 75 മില്യന് മുകളിലാണ്, 75 to 90. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആണ് എവർട്ടൺ ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂ കൊടുത്ത് മേടിക്കാനുള്ള പ്ലെയർ ഇല്ല ആ ഒരു ബ്രാന്ത്വെയ്റ്റ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഓപ്ഷന് പോകത്തില്ല. കുറേ കൂടെ ചീപ്പറായിട്ട് ഓപ്ഷൻ ഇപ്പം ചലോവ പോണക്കത്തെ ഡീലുകൾ, ഇങ്ങനത്തെ ഡീലുകളായിരിക്കും പുൾ ഓഫ് ചെയ്യാൻ ഇനിയോസ് പുൾ ഓഫ് ചെയ്യാൻ സാധ്യത. പിന്നെ നമ്മളിപ്പം പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഡീൽസ്, ഫൈനൽ ഇയർ കോൺട്രാക്റ്റിലൊക്കെ ഉള്ള പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക, അങ്ങനെ ചീപ്പറായിട്ട് ആൾക്കാരെ മേടിച്ചെടുക്കാനൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 മില്യൺ 100 മില്യൺ എന്തോ ആണ്, 100 മില്യൺ അടുത്തെന്തോ ആണ് യുണൈറ്റഡിൻ്റെ ഒരു ബഡ്ജറ്റ് ഈ ഒരു സീസണിൽ. പിന്നെ ട്രാൻസ്ഫറുകൾ അല്ലെങ്കിൽ സെയിലൊക്കെ നടക്കുന്നതനുസരിച്ച് നമ്മുടെ ട്രാൻസ്ഫർ ബഡ്ജറ്റ് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പം സെയിലിൻ്റെ കാര്യം നോക്കിയാലും ബ്രൂണോ ഫെർണാണ്ടസ്, കസമീറോയ്ക്ക് വേണ്ടിയൊക്കെ ആൾക്കാർ വരുന്നു എന്ന് കേൾക്കുന്നത്. കസമീറോയ്ക്ക് 60 to 70, അൽ നസർ 60 to 70, ബ്രൂണോയ്ക്ക് വേണ്ടി 120 മില്യൺ എന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല ഇതൊക്കെ തള്ളാണോ റിയലാണോ എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സെയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കൂടെ ഒരു ഹൈ പ്രൊഫൈലായിട്ടുള്ള അല്ലെങ്കിൽ വമ്പൻ സൈനിങ്സ്, ജാവോ നെവസൊക്കെ പോണക്കത്തെ ഭയങ്കര ഡീലിന് വേണ്ടി. എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇനിയോസ് അങ്ങനത്തെ വലിയ ഡീലിന് വേണ്ടി പോയി അത്രയും ഇപ്പോൾ ഒരു 100 മില്യൺ ഉണ്ടെങ്കിൽ ഒരു 50-50 എന്നുള്ള രീതിയിൽ 2 പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനൊക്കെ ആയിരിക്കും ഇനിയോസ് കുറേ കൂടെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നോക്കുന്നത് ആ രീതിയിലായിരിക്കും. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് നോക്കിയാൽ എനിക്ക് യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് ജാവോ നെവസ് എന്ന് പറയുന്ന വോൾസിൻ്റെ പ്ലെയർ. പുള്ളി ആ ഒരു മിഡ്ഫീൽഡിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ബംഗാളിയെ പോലെ പട്ടിയെ പോലെ പണിയെടുക്കും. നമ്മുടെ സ്പേസസ് ഒക്കെ കറക്റ്റായിട്ട് കവർ ചെയ്യും. ബോൾ പ്രോഗ്രസ് ചെയ്യാനും, ബോൾ വൺസ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസസിനെ കറക്റ്റായിട്ട് വന്നിട്ട് ആ സ്പേസസിനൊക്കെ കവർ ചെയ്യാൻ ഏബിളാണ് പുള്ളി. അപ്പം അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് പുള്ളി ബോക്സ് ടു ബോക്സ് നല്ല രീതിയിൽ വർക്കാകും. പിന്നെ നമുക്ക് ഫൊഫാന മോണക്കോടെ ഫൊഫാന ഉണ്ട്. ഫൊഫാന ആണെങ്കിലും ലാസ്റ്റ് ഇയർ കോൺട്രാക്റ്റിലാണ്, ചീപ്പർ ഓപ്ഷനാണ്. പക്ഷേ ജാവോ നെവസിന് അത്യാവശ്യം കാശ് കൊടുക്കേണ്ടി വരും. ഫൊഫാന എനിക്കൊന്ന് 10-20-25 മില്യൺ ഒക്കെ കിട്ടും എന്നാണ് കേൾക്കുന്നത്. അപ്പം ഒരു നമ്പർ 6 നമ്പർ 8 ഇങ്ങനത്തെ 2 പൊസിഷനിലും മാറി കളിക്കുന്ന രീതി കുറേ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനാണ് യുണൈറ്റഡ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പം കേൾക്കുന്നത്. പിന്നെ നമ്മൾ സ്ട്രൈക്കറിൻ്റെ കാര്യം നോക്കിയാലും ഹോയിലൻഡിന് കോമ്പറ്റീഷനായിട്ട് ഇപ്പോൾ സെസ്കോയോ സിർക്സിയോ അങ്ങനത്തെ സ്ട്രൈക്കേഴ്സ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേയും കൂടെ അത്രയ്ക്കും ഹൈ പ്രൊഫൈൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും ബഡ്ഡിങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു യങ് സ്ട്രൈക്കറിനെ കൊണ്ടുവരുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഈ ഒരു ബ്രൈറ്റൻ്റെ ജാവോ പെദ്രോ അല്ലെങ്കിൽ വോൾസിൻ്റെ മത്തയാസ് കുണിയ ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കും ഇനിയോസ് ശ്രമിക്കുന്നത്. അപ്പം മത്തയാസ് കുണിയൊക്കെ ആയിട്ടുള്ള ലിങ്ക്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു ടീമിൽ ഹോയിലൻഡുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ റെഡിയായിട്ട് വരും. എനിക്ക് തോന്നുന്നില്ല സെസ്കോ പോണക്കത്തെ പ്ലെയർ, സെസ്കോയ്ക്ക് അവിടെ അപ്പുറത്ത് ആർസണൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആർസണൽ അല്ലെങ്കിൽ ചെൽസിയൊക്കെ ഓപ്ഷൻസാണ് പുള്ളിയെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് പുള്ളിക്ക് ആ ഒരു മെയിൻ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ കളിക്കാം. ഇവിടെ വന്നിട്ട് എന്തിന് ഈ ഒരു യങ്ങർ സ്ട്രൈക്കറായിട്ടുള്ള അവരുടെ സെയിം ഏജ് കാറ്റഗറിയിലുള്ള ഹോയിലൻഡുമായിട്ട് മത്സരിക്കേണ്ട അങ്ങനത്തെ ഒരു റിസ്ക് എന്തിനവരെടുക്കണം? അപ്പോൾ ഇങ്ങനത്തെ ഈ മത്തയാസ് കുണിയ അതുപോലെ തന്നെ ജാവോ പെദ്രോ ഇങ്ങനത്തെ കളിക്കാരായിരിക്കും, ഇങ്ങനത്തെ സ്ട്രൈക്കേഴ്സ് ആയിരിക്കും വരാൻ സാധ്യത. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എനിക്കറിയത്തില്ല ഞാൻ എന്തെങ്കിലും മിസ്സായോന്ന് പറഞ്ഞു കാണുമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഇലക്ഷൻ്റെ തിരക്കിലായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നടക്കട്ടെ കാര്യങ്ങളൊക്കെ. നമുക്ക് വീണ്ടും കാണാം. ബൈ.